ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഇന്ന് നമ്മൾ നോമ്പിൻ്റെ ആദ്യ ദിവസത്തേക്ക് കടക്കുകയാണ്. വിഭൂതി ആചരിക്കുന്ന ഈ ദിവസം ചാരം പൂശി നമ്മൾ ഉപവാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, മനുഷ്യ നീ മണ്ണാകുന്നു, ആ മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന ഒരു ചിന്ത, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറും പൂഴി കൊണ്ടാണെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും അനുഗ്രഹമായി മാറും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ജോയൽ പ്രവാചകൻ്റെ പുസ്തകവും 1-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനവും, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-ാം തിരുവചനവുമാണ്. ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു, പുരോഹിതന്മാരെ ചാക്കൊടുത്ത് വിലപിക്കുവിൻ, ബലിപീഠ ശുശ്രൂഷകരെ വിലപിക്കുവിൻ, എൻ്റെ ദൈവത്തിൻ്റെ സേവകരെ അകത്ത് ചെന്ന് ചാക്കൊടുത്ത് രാത്രി കഴിക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവിൻ, കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-ാം തിരുവചനം, യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു, അപ്പോൾ അവന് വിശന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, യോനാ പ്രവാചകനിലൂടെയും ജോയൽ പ്രവാചകനിലൂടെയും ദൈവം ആവശ്യപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരുടെ മേൽ നിറഞ്ഞ് കവിയുവാൻ ദൈവം തൻ്റെ പുത്രനെ പോലും നമ്മൾക്ക് വേണ്ടി ബലി കഴിക്കുവാൻ ഒരുങ്ങുന്നതിന് മുന്നോടിയായി ദൈവമക്കളായ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നീ നിൻ്റെ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുമാറി അനുതാപത്തിൻ്റെ ദൈവകരുണയ്ക്ക് വേണ്ടി നിന്നെ തന്നെ ചാക്കൊടുത്ത് ചാരം പൂശി നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. നമുക്കറിയാം, വസ്ത്രം കഴുകുവാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാരമാണ്. ആ ചാരത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ളത്തിൽ മുക്കി വസ്ത്രം കഴുകുമ്പോൾ ആ വസ്ത്രം വെണ്മയുള്ളതായി മാറും. അഴുക്ക് പിടിച്ചിരിക്കുന്ന പാത്രം കഴുകുവാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചാരമാണ്. ആ അഴുക്ക് നീക്കം ചെയ്ത് ആ പാത്രത്തെ വെണ്മയുള്ളതാക്കി മാറ്റും. അതേപോലെ അഴുക്കും ദുഷ്ടതയും നിറഞ്ഞ മനുഷ്യനെ വിശുദ്ധീകരിക്കുവാൻ, അവൻ്റെ പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും അവനെ വിടുതൽ കൊടുത്ത് നീ വെറും പൂഴിയാണെന്ന് മനസ്സിലാക്കിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആർഭാടങ്ങളെല്ലാം മാറ്റി ചാക്കൊടുത്ത് ദേഹം മുഴുവനും ചാരം പൂശി വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നു മുതൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരണത്തിൻ്റെ ജീവിതമായി മാറണം. പാപസാഹചര്യത്തിൽ കഴിയുന്നവർ പാപത്തെ ഉപേക്ഷിച്ച് തന്നെ ശുദ്ധീകരിക്കുക, ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ഈ ഭൂമിയിൽ നേടിയാലും അതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഈ ഭൂമിയിലെ മണ്ണോട് മണ്ണാകേണ്ട വ്യക്തിയാണെന്ന്
സ്വയം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെ ഒരു പടി കൂടി അധികമായി സ്നേഹിക്കുവാൻ, ചുറ്റുമുള്ളവരോട് ഒരു പടി കൂടി അധികമായി കാരുണ്യം കാണിക്കുവാൻ ഉള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നിങ്ങളുടെ മേലുണ്ടാകട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളുടെ മേലുണ്ടാകട്ടെ, മക്കളുടെ മേലുണ്ടാകട്ടെ. ഒരു പടി കൂടി മറ്റുള്ളവരെ അധികമായി സ്നേഹിക്കുവാൻ, സ്വന്തം ജീവിത പങ്കാളിയെ അല്പം കൂടി അധികമായി സ്നേഹിക്കുവാൻ, മക്കളെ ഒന്ന് കേൾക്കുവാൻ, അവരോടൊപ്പം ഒന്ന് കുറേ സമയം ചെലവഴിക്കുവാൻ, നമ്മുടെ തൊട്ടടുത്തുള്ളവരോട് അല്പസമയം സംസാരിക്കുവാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, കഷ്ടത അനുഭവിക്കുന്നവരെ ആത്മഹത്യയിലേക്ക് വിടുന്നതിന് പകരം അവരോടൊന്ന് മനസ്സലിഞ്ഞ് സ്നേഹത്തോടുകൂടി അവരെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നിൻ്റെ നോമ്പും ഉപവാസവും അനുഗ്രഹമായി മാറും. ദൈവസന്നിധിയിൽ അതിന് പ്രതിഫലം ലഭിക്കും. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ നോമ്പ് കാലം, ഈ 50 ദിവസം നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.